ക്കുവാനും കഴിയുന്ന കുട്ടികളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ദൂഷ്യവശങ്ങളുമുണ്ട്, നല്ല വശങ്ങളുണ്ട്. അതെല്ലാം മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവർ പഠിക്കുന്നത് ക്രിയേറ്റീവായിട്ട് നമുക്ക് അവരിലൂടെ തന്നെ നമുക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതിനുള്ളൊരു മാർഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പഠന രീതികളെ നമ്മൾ അവലംബിക്കുന്നത്. എങ്കിൽ മാത്രമേ നാളെകളിൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അവരിലൂടെ തന്നെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യങ്ങളിലേക്ക് വരും. എല്ലാവർക്കും ഒരുപക്ഷെ സർക്കാർ ജീവനക്കാരനാവാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ പഠിക്കുന്ന പാഠങ്ങളും അവർ ഇഷ്ടപ്പെട്ട വിഷയങ്ങളും അതിലൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ മനുഷ്യരെയും നമ്മുടെ ജീവിതങ്ങളെയും എല്ലാം പഠിക്കുവാനുള്ള വേദികളായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ കാണാൻ നമുക്ക് സാധിക്കും. ഞാൻ അധികം ദീർഘിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അറിഞ്ഞു പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ശാസ്ത്രത്തെ അറിഞ്ഞു പഠിക്കണം, നമ്മുടെ പ്രകൃതിയെ നമുക്ക് അറിഞ്ഞു പഠിക്കണം, നമ്മുടെ നാളെ ഭാവി എന്ത് എന്ന് സ്വയം അറിഞ്ഞു പഠിക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റങ്ങളെല്ലാം കൊണ്ടുവരേണ്ടതായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ്. അതൊരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് മത്സരാധിഷ്ഠിതം. നമ്മൾ ഇന്നലകളെ കണ്ടിട്ടുള്ളൊരു ലോകമല്ല ഇന്ന് കാണുന്നത്. എല്ലാത്തിലും മത്സരമാണ്. അറിവിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്, തൊഴിലിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്, രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്, കുട്ടികൾ തമ്മിലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്, വ്യക്തികൾ തമ്മിലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ലോകം മുഴുവൻ മത്സരത്തിലാണ്. അവിടെ ജീവിതത്തെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ മത്സരത്തിൽ വിജയിക്കേണ്ടതായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് അത് അറിവാണ്. അറിവ് തന്നെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രയാണത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് തന്നെയാണ് കുട്ടികൾ വിശ്വസിക്കേണ്ടതായിട്ടുള്ളത്. അതിലേക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ പ്രഖ്യാപിക്കുന്നു.